ആരോപണ പ്രത്യാരോപണത്തിൻ്റെ പോരാട്ടത്തിലാണ് ചൈനയും അമേരിക്കയും. നിലവിൽ ചൈന അമേരിക്കയെ പൊരിച്ചെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ചില ആരോപണങ്ങൾ ചൈനക്കെതിരെ അമേരിക്ക ഉന്നയിക്കുന്നു. ആരോപണത്തിനത്ര അപ്പുറം പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന തീരുമാനിക്കുന്നു. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കപ്പലിന് നേരെ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ഭയാനകരമായിരിക്കും എന്ന ഒരു മുന്നറിയിപ്പ് ചൈന അമേരിക്കക്ക് നൽകുന്നു. അതോടെ ചൈനയുടെ കപ്പലുമായി ബന്ധപ്പെട്ട് യാതൊരു വിഷയമില്ലാത്ത രീതിയിൽ സുഖകരമായ രീതിയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ആ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നു. അമേരിക്ക ഏറെക്കുറെ ഭയപ്പെട്ട പോലെ തന്നെ മാറി നിന്നുകൊണ്ട് കണ്ട് ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോൾ അമേരിക്ക രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. അഥവാ ഇറാന് രഹസ്യം ചോർത്തിക്കൊടുത്തത് ചൈനയാണ്. ചൈനയുടെ വലിയ രീതിയിലുള്ള ഇടപെടൽ മൂലമാണ് കൃത്യതയോടുകൂടി തന്നെ ചൈനക്ക് ഇസ്രായേലിനെയും അമേരിക്കയുടെ സൈനിക ബേസിനെയും അറേബ്യൻ രാജ്യങ്ങളിലുള്ള വ്യത്യസ്ത മേഖലകളെയും മറ്റ് രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള സൗകര്യങ്ങളും സഹായങ്ങളും ഉണ്ടായത്. അതിന് ചൈന വല്ലാത്ത രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളതും 18 രാജ്യങ്ങളോളം ഇറാൻ ആക്രമിച്ചതിൽ തീർച്ചയായിട്ടും അതിൽ ചൈനക്ക് പങ്കുണ്ട് എന്ന തരത്തിലാണ്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ, AI നിരീക്ഷണങ്ങൾ, ഹാക്കർമാരുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റ് ചോർത്തൽ, ഇതെല്ലാം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അതിലെല്ലാം ചൈന വിജയിച്ചു. ഏറെക്കുറെ ചില ഭാഗങ്ങളിലൊക്കെ ഒരു പക്ഷേ ഇറാൻ്റെ ആളുകളും ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ തലച്ചോറ് പ്രവർത്തിച്ചത് ചൈനയുടേതാണ്. അതുകൊണ്ട് കൃത്യതയോടുകൂടി ആക്രമിക്കാൻ വേണ്ടി സാധിച്ചു. അതിൻ്റെ സംവിധാന കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു ആരോപണം ചൈനക്കെതിരെ അമേരിക്ക പറഞ്ഞത്. അഥവാ ഒഴുകി ചൈനയും അമേരിക്കയും തമ്മിലേക്ക് എത്തുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം. അമേരിക്കക്കും ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ എന്ന് പറയാൻ തുർക്കി ആക്രമിച്ചിട്ടുണ്ട്. ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും ഒക്കെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. അവരുടെ എംബസി കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം 18-19 രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ്റെ ഭാഗത്ത് ആക്രമണം നടന്നിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണത്തിലൊക്കെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ മരണസംഖ്യ വളരെ കുറവാണ്. കാര്യം കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ സംവിധാനത്തിന് നേരെയാണ് ആക്രമണം. അതായത് അമേരിക്കയുടെ സൈനിക ബേസ് ആണെങ്കിൽ അവരുടെ യുദ്ധവിമാനങ്ങളെ, അല്ലെങ്കിൽ സൈനിക കമാൻഡർമാരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ, അതല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലങ്ങളെ, അവരുടെ കവചിത വാഹനങ്ങളെ, ടാങ്കുകളെ ഇങ്ങനെ ആക്രമിച്ചു. സൗദി അറേബ്യയിൽ തന്നെ അമേരിക്കയുടെ 2-ലധികം യുദ്ധവിമാനങ്ങളെ അവർ കത്തിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആക്രമണം നടക്കുന്ന എവിടുന്നാണ്? ഇറാനിൽ വെച്ചിട്ട് മിസൈൽ ആക്രമണം നടന്ന സമയത്ത് ഏകദേശം 1000 മുതൽ 2000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള സർവ്വ മേഖലയും കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ആക്രമിച്ച് തകർത്തു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. 2-3 കപ്പൽ ഇപ്പോൾ തകർക്കപ്പെട്ടതായിരിക്കുന്ന വിവരം, 4-ലധികം 20 യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും, മരുഭൂമി ഭാഗത്ത് ചെതറപ്പെട്ടിരിക്കുന്ന അമേരിക്കയുടെ വിമാനത്തിൻ്റെ കഷ്ണങ്ങളെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് ഈ ചെറിയ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ IRGC തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. ആക്രിക്കടക്കാർ ഇതാ കൊണ്ടുപോകുന്നു അമേരിക്കയുടെ വിലപിടിപ്പുള്ള വിമാനത്തിൻ്റെ കഷ്ണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനോടനുബന്ധിച്ചും സ്ഥിരീകരിക്കപ്പെട്ടതാണെങ്കിൽ ഒരു റിപ്പോർട്ടോട് പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ സൈനികർ തങ്ങളുടെ കൈവശത്തിലുണ്ട്. ആ സൈനികരെ വിട്ടുതരണമെങ്കിൽ അതിന് പകരമായ രീതിയിൽ 1-1000 എന്ന തരത്തിൽ ഫലസ്തീനുകളായിരിക്കുന്ന തടവുകാരെ മോചിപ്പിക്കണം എന്നൊരു നിർദ്ദേശം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടല്ല. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലുണ്ട്. അപ്പോൾ ചൈനയുമായിട്ട് കൊമ്പ് കോർക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും 2ാം ലോക യുദ്ധത്തിന് ശേഷം ആരാണ് വൻശക്തി ആവേണ്ടത് എന്നുള്ള കാര്യത്തിൽ വിജയിച്ച രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായി. അതുകൊണ്ടാണ് എല്ലാ കാലത്തും അമേരിക്കയും സോവിയറ്റ് യൂണിയനും 2ാം ലോക യുദ്ധത്തിന് ശേഷം പരസ്പരം കൊമ്പ് കോർക്കുന്നത്. അവർ 50 വർഷത്തോളം ആഭ്യന്തരമായിരിക്കുന്ന കുറേ വിഷയങ്ങൾ, സംഘർഷത്തിൽ ഏർപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ശീതസമരം എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമാണ്. നേർക്കുനേരെ യുദ്ധമില്ല എന്നല്ലാതെ നയതന്ത്ര ബന്ധം മറ്റുപോകുന്ന രീതിയിലും കയറ്റുമതിയും ഇറക്കുമതിയും ഇല്ലാത്ത രീതിയിലും പൗരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അസ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ രാജ്യത്ത് ഉണ്ടാക്കിയതായിരുന്നു ശീതസമരം. എന്താ ശീതസമരം എന്ന് പറഞ്ഞാൽ ആരാണ് വൻശക്തി എന്ന തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു യഥാർത്ഥത്തിൽ ശീതസമരം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അതിൽപ്പെട്ട 2ാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് ചൈന അതിൽ 5ാം സ്ഥാനത്ത് വരുന്ന രാജ്യമാണ്. ആ രാജ്യവും പിന്നീട് എന്തായി, സൈനികപരമായ രീതിയിൽ വലിയ ശക്തി സംഭരിച്ചു.
അതുകൊണ്ടാണ് വീറ്റോ പവറുള്ള 5 രാജ്യങ്ങളായിട്ട് വരുന്നത്. രണ്ടാം ലോക യുദ്ധത്തിൽ വിജയക്കൊടി പാറിച്ച രാജ്യങ്ങളിൽപ്പെട്ടതാണ് 5 രാജ്യങ്ങൾ വീറ്റോ പവറുള്ളത്. അങ്ങനെ വന്നതാണ് രണ്ടാം ലോകത്തിന് ശേഷം. ചൈനയെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായ രീതിയിൽ വലിയ മുന്നേറ്റവും ശക്തിയും ഇല്ലെങ്കിൽ ഒരിക്കൽ പോലും അമേരിക്കയെ പോലെയുള്ള വലതുപക്ഷ മുതലാളിത്ത രാജ്യത്തിന് എതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ നല്ലൊരു ശതമാനം, പ്രത്യേകിച്ച് അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാകുന്ന സമയത്ത് പ്രത്യേകമായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക, അല്ലെങ്കിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങോട്ട് ഉണ്ടാക്കുക, ആഭ്യന്തര കലാപവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ ഒരു ഏകാധിപത്യ സംവിധാനത്തിലൂടെ ഒരു ഭരണത്തിൻ്റെ കീഴിൽ രാജ്യസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ മുന്നേറ്റം നൽകി. അതിൽ ആണവായുധമായിട്ട് ബന്ധപ്പെട്ട മേഖല അങ്ങനെ ഒരു തരത്തിൽ നിൽക്കുന്നു, പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ലോകത്ത് കാലോചിതപരമായി മാറ്റപ്പെട്ട ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അമേരിക്കയോട് കിടപിടിക്കാൻ പാകത്തിലാണ് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ വളർച്ച ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇന്ത്യ ആ തരത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത, ഇന്ത്യ 1-2 ലോകയുദ്ധത്തിൽ പങ്കെടുക്കാത്ത രാജ്യമായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ചൈനയോട് കിടപിടിക്കാൻ മാത്രം ബലവും ശക്തിയുള്ള രാജ്യമാണ്, സൈനിക സംവിധാനമുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അത് എന്തുകൊണ്ട് ലോക രാജ്യങ്ങളിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. നെഹ്റുവിൻ്റെ കാലം, ഇന്ദിരാഗാന്ധിയുടെ കാലം, രാജീവ് ഗാന്ധിയുടെ കാലം, എന്തിന് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പോലും അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് മുമ്പ് ഈ ഭരണം നടത്തിയിരിക്കുന്ന പരമാവധി ആളുകളെല്ലാം ലോക രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ലോക സംവിധാനത്തിൽ അഭിപ്രായം പറയാൻ താല്പര്യം കാണിക്കുകയും ഇന്ത്യക്ക് പ്രത്യേകപരമായിരിക്കുന്ന ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി തൂത്തു മറിഞ്ഞിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലേക്ക് അത് എത്തിയെന്ന് പറയുന്ന സമയത്ത് ലോകം തന്നെ അത്ഭുതപ്പെടുകയാണ്. കാരണം എവിടെയും ഇടപെടാത്ത, ഇത്തരം സമാധാനപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി താല്പര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളുമാണ്. സർക്കാർ ഒരു തലത്തിലും സൈനികർ വേറെ തലത്തിലും പോകുന്നു. സൈനികർ പിടിച്ചിട്ട് ഈ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യുന്നു. ഈ പ്രധാനമന്ത്രിയാണെങ്കിൽ സൈനിക കമാൻഡർമാർ രാജ്യത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ, പുറത്ത് രാജ്യത്ത് പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അവർക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി അനുമതി കൊടുക്കാത്ത രീതിയിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്നു. അങ്ങനെ പരസ്പരം ഭരണ സംവിധാനവും സൈനികരും ഏറ്റുമുട്ടുന്ന ഒരു രാജ്യം ഇത്രയും വിവാദമായിരിക്കുന്ന ഒരു വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ റോൾ എങ്ങനെ കിട്ടി എന്നുള്ളത് അത്ഭുതപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പോൾ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് അത് തുറന്ന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. കാര്യം ഇത്രയും കാലത്തിനിടയിൽ, അതായത് ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്ന സമയത്ത് കൃത്യതയോടുകൂടി ഈ 2000ഓളം കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് ആക്രമിച്ചുകൊണ്ട് ലക്ഷ്യം നേടി ആ ലക്ഷ്യം കൃത്യമാണ് എന്ന് ശരിവെക്കേണ്ട ഒരു അവസ്ഥ കിട്ടിയെന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. ഇറാന് ഇസ്രായേൽ അമേരിക്കക്ക് കൊടുത്ത കണക്ക് പ്രകാരവും ഇസ്രായേലിന് അവിടുത്തെ മൊസാദ് സംവിധാനം കൊടുത്ത കണക്ക് പ്രകാരം വളരെ കൃത്യമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ പരാജയപ്പെടുത്താൻ ഇറാന് സാധിക്കും. ഇറാനെ പരാജയപ്പെടുത്താൻ ഇസ്രായേലിന് അമേരിക്കക്കും സാധിക്കും. അതിന് അവിടുത്തെ നേതൃത്വ സംവിധാനത്തെ തകർത്ത് കഴിഞ്ഞാൽ പിന്നീട് അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളുണ്ടാവും. നിലവിലാണ് ആഭ്യന്തര കലാപവും വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അവിടുത്തെ സുപ്രീം ലീഡർ അയക്കുന്ന ആയത്തുള്ള അലി ഖംനായി കൊല്ലപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരുപാട് സൈനിക കമാൻഡർമാരും കൊല്ലപ്പെട്ടു. പിന്നീട് സൈനിക നേതൃത്വത്തിലുള്ള പല ആൾക്കാരും കൊല്ലപ്പെട്ടു. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ അവിടെ വന്ന് പ്രതിരോധ മന്ത്രിയൊക്കെ അതിൽ കൊല്ലപ്പെട്ടതാണ്. ഈ സംവിധാനങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ ആഭ്യന്തരമായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ആ സമയത്ത് ഈ ആക്രമണം നടത്തുമ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ട് ഭരണ സംവിധാനത്തിനെതിരെ, പുതിയ ഭരണ സംവിധാനത്തിന് വേണ്ടിയിട്ട് പ്രക്ഷോഭം നടത്തുകയും ആ പ്രക്ഷോഭത്തിൻ്റെ ഇടയിൽ ആ നിലവിലുള്ള ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും എന്ന കണക്കുകൂട്ടലുകളാണ് തെറ്റിയത്. ഇവിടെ ചൈനയും റഷ്യയും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. വെനിസ്വേലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പെട്രോളിയം വാങ്ങിയ രാജ്യത്തിൻ്റെ പേര് ചൈന എന്നാണ്. വെനിസ്വേലയുടെ ഈ സംവിധാന കാര്യങ്ങളൊക്കെ അമേരിക്ക ലോക്ക് ചെയ്യുകയും അവിടെ പുതിയ ഭരണ സംവിധാനം ഉണ്ടാവുകയും ചെയ്തതോട് കൂടിയിട്ട് ചൈനയ്ക്ക് പെട്രോളിയം കിട്ടുന്നത് ഇല്ലാതായി. ഇനി കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ചുങ്കം അമേരിക്കയ്ക്ക് കൊടുക്കണം. അപ്പോൾ സാമ്പത്തിക നഷ്ടം വരും. രണ്ടാമത്തെ രാജ്യം ഏറ്റവും കൂടുതൽ പിന്നീട് പെട്രോളിയം നൽകുന്ന രാജ്യം ഇറാനാണ്. ഇറാൻ്റെ ഭരണം വീഴുകയാണെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസവും അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടും ചൈന അനുഭവിക്കും. ചൈനയെ കൂടി ലക്ഷ്യം കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഈ മേഖല തളർന്നു പോയാൽ, അതായത് നിലവിലുള്ള ഇറാൻ്റെ ഭരണ സംവിധാനങ്ങൾ തകർച്ച ഉണ്ടായാൽ അത് സാരമായിട്ട് ബാധിക്കുക ഇറാനെ അല്ല ചൈനയാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി ചൈന രംഗപ്രവേശനം ചെയ്യുകയും കൃത്യമായ രീതിയിൽ സഹായം നൽകുകയും ചെയ്തു. അത് പരസ്യമായിട്ട് ഇപ്പോൾ അമേരിക്ക പറഞ്ഞതെന്നല്ലാതെ ആദ്യം തന്നെ അമേരിക്കക്ക് അറിയാവുന്നതാണ് ആരൊക്കെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനുള്ള സംവിധാനം എല്ലാ രാജ്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് തുറന്ന് പറഞ്ഞത് എന്ന് ചുരുക്കം. അഥവാ ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും അതേപോലെ തന്നെ ഈ രഹസ്യമായിരിക്കുന്ന എല്ലാ സംവിധാന കാര്യങ്ങളും
സാറ്റലൈറ്റ് ചിത്രങ്ങളടക്കം ചൈന ഇറാന് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തു കൊടുത്തതിൻ്റെ ഗുണങ്ങൾ കാണുന്നുമുണ്ട്. അതാണ് ഏറ്റവും വലിയ വിഷയം. ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞതിൽ ചൈനക്ക് പങ്കുണ്ട് എന്നുള്ളത് ചെറിയ സംബന്ധം വലിയ സംഭവമാണ്. ഇത് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് എല്ലാ ദിവസവും ചൈനീസ് പത്രങ്ങളിൽ ഈ റിപ്പോർട്ടൊക്കെ വരുന്നത്. പരാജയപ്പെടുത്താൻ ഇറാന് സാധിക്കില്ല, ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് ലോക മേധാവിത്വം അമേരിക്കയുടെ കയ്യിൽ ഒതുങ്ങി എന്നുള്ളത് മാത്രമാണ്. നേർക്കുനേരെ അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ തയ്യാറാണ്, യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറയാനുള്ള ധൈര്യം റഷ്യക്ക് പോലുമില്ല. പക്ഷേ ഇറാനുണ്ട്. ഇറാൻ അത് ആയുധം കൊണ്ട് മാത്രമല്ല, വിശ്വാസപരമായിരിക്കുന്ന ഒരു ശക്തി കൂടി അവരുടെ ഭാഗത്തുണ്ട് എന്നതിനാൽ ഈ യുദ്ധം വിജയിച്ചെടുക്കുക എന്ന് പറഞ്ഞത് ചൈനയെ സംബന്ധിച്ചത് വളരെ എളുപ്പമാണ്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്തരം സഹായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചൈന ഇത് നിരസിക്കുകയോ ചൈന ഇത് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഏതായിരുന്നാലും ഈ യുദ്ധം, നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ഒരു തലത്തിലും അമേരിക്കയ്ക്ക് ജയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഇത്രയും കാലത്ത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.